സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു ലൈൻ വർക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു എൻഡോർക്ക്, ഒരു കസ്റ്റമർ ഇപ്പോൾ ഇടാന്ന് പറഞ്ഞാൽ ഒരു എൻഡോർക്ക് വണ്ടി. അപ്പോൾ അത് ആക്സിലേറ്റർ കൊടുക്കും മൂവ് ആകുന്നില്ല എന്ന് പറഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ബെൽറ്റ് പൊട്ടിയതായിരിക്കും. നമുക്ക് എന്തായാലും അവിടെ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ബെൽറ്റ്, അതിൻ്റെ പ്രൈസ്, എന്തൊക്കെ സാധനങ്ങൾ മാറ്റേണ്ടി വരിക, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഒന്നും നോക്കിയില്ല, ടൂൾസ് മൊത്തം വാരി ഇതേ ബാഗിലേക്ക് കയറ്റിയിട്ടുണ്ട്. നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മുടെ ആ ഒരു വണ്ടി. കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഇത് തന്നെയായിരിക്കും വണ്ടി. അപ്പോൾ നമ്പർ ഓക്കെ, ഇത് തന്നെ വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് അഴിച്ചു തുടങ്ങി, താഴത്തേക്ക് എടുത്ത് വെച്ച് അഴിച്ചു തുടങ്ങി. വണ്ടിയുടെ ഇവിടെ ഒരു ബോൾട്ട് മിസ്സിങ്ങാണ്. അതായത് ഫുള്ള് എട്ടിൻ്റെ ബോൾട്ടാണ് വരിക സൈഡിൽ കൂടെ. അപ്പോൾ ഇവിടെ ഒരു ബോൾട്ട് മിസ്സിങ്ങാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു അവസ്ഥയിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എന്നാ പറയുക, പൊട്ടി പീസായിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് കറക്റ്റ് പീരീഡിന് മാറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പൊട്ടിയിട്ട് വഴിക്കാവുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ അതെ, നമ്മുടെ ബെൽറ്റ് മൊത്തം പീസായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബെൽറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം, ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ നമ്മൾ ലൈൻ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അത് നമ്മുടെ ഷോപ്പിന് ഒരു പ്രശ്നമായി വരും. പിന്നെ നമ്മുടെ ഈ ഒരു നെട്ടില്ലേ, ക്ലച്ച് പുള്ളിയുടെ ഈ ഒരു നെട്ട് എന്ന് പറയുന്നത് 17ആണ്. പിന്നെ ഇത് 22ൻ്റെ നെട്ടാണ് വരിക. പിന്നെ നമ്മളിത് ഈ ഒരു മിത്സുബിഷിൻ്റെ ബെൽറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് 640 രൂപ. പിന്നെ റോളർ UPS, അതിൻ്റെ വില ഇവിടെ പറഞ്ഞുതരാം. മിത്സുബിഷിൻ്റെ ബെൽറ്റ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബാൻഡോടെ റോളർ നമ്മൾ എടുത്തേക്കുന്നത്, അതിന് 214 രൂപ വരുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പം നമ്മൾ UPS അതിന് 91 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി ജസ്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഒരു ബെൽറ്റ് ഇട്ട് ജസ്റ്റ് എത്തിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു റോളറില്ലേ, റോളറും മാറ്റി. ഈ വേരിയേറ്റർ ബോഡിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ റാംബ്ലൈറ്റും ഈ ഒരു ബുഷും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ ഇത്രയും വർക്ക് ആണ് ഈ ഒരു വണ്ടിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമ്മൾ മാറിയത്. അപ്പോൾ നമ്മുടെ വണ്ടി പണി കഴിഞ്ഞ് പോയി കേട്ടോ.